الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله محمد النبي الأمين وعلى آله وصحبه ومن سار على دربه واستنى بسنته إلى يوم الدين أما بعد. മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ നിയമങ്ങളും വിധികളും പാരായണ മര്യാദകളുമാണ് നാം വിശദീകരിച്ചു വരുന്നത്. നാം സൂചിപ്പിച്ചത് സുക്കൂനുള്ള ലാമുകളുടെ വിധികളെക്കുറിച്ചാണ്. രണ്ടാമതായി ലാമുൽ ഫിഅൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ് അർത്ഥം. അപ്പോൾ ക്രിയകളിൽ വരുന്ന ലാം, ക്രിയകളിൽ മധ്യത്തിലോ അന്ത്യത്തിലോ ആയി ചിലപ്പോൾ സുക്കൂനുള്ള ലാം വരാം. ക്രിയകളിൽ മധ്യത്തിലോ അന്ത്യത്തിലോ ആയി ചിലപ്പോൾ സുക്കൂനുള്ള ലാം വരാം. തുടക്കത്തിൽ വരികയില്ലെന്നർത്ഥം. ഫിഅലുകളുടെ തുടക്കത്തിൽ സുക്കൂനുള്ള ലാം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഒരു പദത്തിൻ്റെ തുടക്കം സുക്കൂന് കൊണ്ടുണ്ടാവുകയും ഇല്ലല്ലോ. അറബി ഭാഷയിൽ അങ്ങനെ ഒരു പദം ഉണ്ടാവുകയില്ല. അപ്പോൾ മധ്യത്തിലുണ്ടാകും, അന്ത്യത്തിലും ഉണ്ടാകാം. ഇത് മാദി, മുദാരി, അംർ, മാദി, മുദാരി, അംർ ഈ മൂന്നിലും കാണാവുന്നതാണ്. ഭൂതകാലക്രിയ, വർത്തമാനകാലക്രിയ, അതുപോലെ കൽപ്പനക്രിയകൾ, ഈ മൂന്ന് ക്രിയകളിലും സുക്കൂനുള്ള ലാമിനെ കാണാവുന്നതാണ്. ജഅൽന എന്ന് പറഞ്ഞപ്പോൾ മാദിയാ ഫിഅൽ, ഇഅ്തസൽതുമൂഹും ഇതിലൊക്കെ സുക്കൂനുള്ള ലാമുണ്ട്. വേറെ ഉദാഹരണങ്ങൾ ഇൽതഖാ, അൻസൽനാഹു ഇതൊക്കെ മാദിയാ ഫിഅലുകളാണ്. മുദാരി യൽതഖിതുഹു, അതുപോലെ അലം അഖുൽ ലക ഒക്കെ മുദാരി ഫീലുകളിൽ വന്ന സാക്കിനത്തായ ലാമാണ്. അംർ എന്നുള്ള ലാമ് എന്ന് ഫിഅലുകളുടെ അന്ത്യത്തിലാണ് സുക്കൂനുള്ള ലാം വരുന്നതെങ്കിൽ അതിന് ശേഷം വരുന്ന ഹർഫ് ലാമോ റാഓ ആണെങ്കിൽ ഈ സാക്കിനായ ലാമിനെ, ഫിഅലിലുള്ള സാക്കിനത്തായ ലാമിനെ പൂർണ്ണമായും ലാമിലേക്കും റായിലേക്കും ഇദ്ഗാം ചെയ്യണം എന്നതാണ് നിയമം. ഉദാഹരണമായി ഖുൽ ലാ അസ്അലുകും, റാഇന്റെ ഉദാഹരണം ഖുർ റബ്ബി വയജ്അൽ ലകും ജന്നാത്ത്. ഇവിടെ മാദിയിലും അംറിലും ഒക്കെ വന്നിട്ടുണ്ട്. പദത്തിൻ്റെ അന്ത്യത്തിൽ ശേഷം ലാമും റാവും വന്നിരിക്കുന്നു, അവിടെ ഇദ്ഗാം ചെയ്തിരിക്കുന്നു. അപ്പോൾ ലാമും റാവും അല്ല ശേഷം വരുന്നതെങ്കിൽ ഇൽഹാർ ചെയ്യണമെന്നർത്ഥം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നൊക്കെ പറയും പോലെ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം. പദാന്ത്യത്തിൽ വന്ന ഫിഅലുകളുടെ അന്ത്യത്തിൽ കാണപ്പെടുന്ന സുക്കൂനുള്ള ലാം, അതിൻ്റെ തൊട്ടു പിന്നിൽ ശേഷം വരുന്നത് ലാമോ റാവോ ആണെങ്കിൽ മാത്രമാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. മറ്റ് പദാന്ത്യത്തിൽ ശേഷം ലാമും റാവും അല്ലാത്ത മറ്റക്ഷരങ്ങൾ വരുമ്പോഴും ഒക്കെയും ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത് എന്നർത്ഥം. ഇതാണ് ഫിഅലിൽ വരുന്ന സാക്കിനായ ലാമിൻ്റെ നിയമം. ഇവിടെ ഖുൽ ലാ അസ്അലുകും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഖുൽ എന്ന ലാമും ശേഷം വരുന്നതും ലാം ഒരേപോലെയുള്ള ഹർഫുകൾ. ആദ്യത്തേത് സുക്കൂനും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതും. അങ്ങനെ വരുമ്പോൾ രണ്ടിനെയും ലയിപ്പിച്ച് ഒറ്റ ഷദ്ദുള്ള ഹർഫായി ഉച്ചരിക്കുക. ഇതാണ് മുതമാസിലാനിയായി വരുമ്പോഴുള്ള അവസ്ഥ. പിന്നെ ഖുർ റബ്ബി എന്ന് പറയുമ്പോഴോ അവിടെ ലാം ശേഷം വന്നത് റാ. ഇവ തമ്മിൽ തഖാറുബാണുള്ളത്. തഖാറുബ്, പരസ്പരം മഖ്റജിൽ അടുത്ത് വരിക എന്ന അവസ്ഥ. ഇവിടെ മുതഖാരിബൈനിയായ ഇവ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ചുകൊണ്ട്
അതായത് ലാമിനെ റായിൽ ലയിപ്പിച്ച് ലാമിൻ്റെ ശബ്ദം അല്പം പോലും കേൾപ്പിക്കാതെ റായിനെ മാത്രം ഉച്ചരിക്കുക എന്നതാണ് നിയമം. റായിന് ഷദ്ദ് കൊടുത്തുകൊണ്ട് ഖുർ റബ്ബി. ഇതാണ് ഈ ലാമുൽ ഫിഅലുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ശേഷിക്കുന്ന മൂന്നാമത്തെ ഐറ്റമാണ് ലാമാകുന്നു ലാമുൽ ഹർഫ്. 5 വിഭാഗമാണ് സുക്കൂനുള്ള ലാമുകൾ എന്ന് നാം പറഞ്ഞു. അതിൽ മൂന്നാമത്തേതാണ് ലാം